ഇമ്രാൻഖാന് വേണ്ടി പാകിസ്ഥാൻ സർക്കാരിന് കത്തയച്ച് മുൻ ഇന്ത്യൻ താരങ്ങൾ കപിൽ ദേവ്, ഗവാസ്കർ തുടങ്ങിയ താരങ്ങളാണ് കത്തയച്ചിരിക്കുന്നത്. പാകിസ്ഥാൻ ജയിലിൽ കഴിയുന്ന ഇമ്രാൻഖാന് ഏകദേശം 85% കേൾവി ശക്തി നഷ്ടമായി എന്ന് ന്യൂസിലൊക്കെ കാണിക്കുന്നുണ്ട്. ഈ ഒരു ഇമ്രാൻഖാനാണ് 92 വേൾഡ് കപ്പിൽ പാകിസ്ഥാൻ ആദ്യമായിട്ട് വേൾഡ് കപ്പിൽ നേടിക്കൊടുത്തൊരു ക്യാപ്റ്റൻ. അതേപോലെ പാകിസ്ഥാനിൽ തെരീഖ് ഇൻസാഫ് എന്ന പാർട്ടി രൂപീകരിച്ച് അദ്ദേഹം പ്രധാനമന്ത്രിയിലായതാണ്. പാകിസ്ഥാനെ സംബന്ധിച്ചോളം ഏറ്റവും നല്ല പ്രധാനമന്ത്രിയായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇമ്രാൻഖാൻ. ഇമ്രാൻഖാൻ അത്യാവശ്യം ബുദ്ധിമുട്ടുള്ള ഒരു നായകനായിരുന്നു, പ്രധാനമന്ത്രിയായിരുന്നു. പാകിസ്ഥാനെ നശിപ്പിക്കുന്നത് പട്ടാളം മാത്രമാണ്. പട്ടാളം, അവിടുത്തെ മാറി മറിഞ്ഞു വരുന്ന സർക്കാരുകളും പട്ടാളവുമാണ് പാകിസ്ഥാനെ ഈ ഗതിയിലെത്തിച്ചത്. അവിടെ നിന്നും വ്യത്യസ്തമായി ഇമ്രാൻഖാൻ ഭരിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയിരുന്നു. അവരുടെ സാമ്പത്തിക വളർച്ചയും ആരുമായിട്ട് ഒരു ഇന്ത്യയായിട്ട് തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിരുന്ന ഒരു രാജ്യമായിരുന്നു ഇമ്രാൻഖാൻ ഭരിക്കുന്ന സമയത്ത്. അതിനുശേഷം വീണ്ടും ഇമ്രാൻഖാനെ പിടിച്ചിട്ട് എന്താക്കി, ഈ പട്ടാളവും അവിടുത്തെ സർക്കാരും ഷഹബാസ് ഷെരീഫിന്റെ ഭരണകാലത്താന്ന് തോന്നുന്നു ഇമ്രാൻഖാനെ പിടിച്ച് ജയിലിട്ടിട്ട് ഇന്ന് അദ്ദേഹം അനുഭവിക്കുന്ന അദ്ദേഹത്തിന്റെ 85% കണ്ണിന്റെ കാഴ്ച വരെ പോയി. അദ്ദേഹം നല്ലൊരു മഹാനായ ഒരു ക്രിക്കറ്ററും അതേപോലെ നല്ലൊരു മനുഷ്യനും കൂടിയായിരുന്നു. നല്ലൊരു വ്യക്തിയായിട്ട് നിന്ന് അദ്ദേഹത്തിന് വേണമെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യങ്ങൾ ജീവിച്ചാൽ മതിയായിരുന്നു. പാകിസ്ഥാനിൽ പോയിട്ട് ഒരു പാർട്ടി ഉണ്ടാക്കി, തെരീഖ് ഇൻസാഫ് എന്ന പാർട്ടി ഉണ്ടാക്കി ജനങ്ങളെ നേരെയാക്കാൻ നോക്കിയതാണ് അയാൾ ചെയ്ത തെറ്റ്, അദ്ദേഹം ചെയ്ത തെറ്റ് ഞാൻ പറയും. കാരണം ഇന്ന് പാർട്ടി രൂപീകരിച്ചില്ലായിരുന്നെങ്കിൽ ഇന്നും നല്ലൊരു ജീവിതം അയാൾക്ക് കിട്ടായിരുന്നു. പാർട്ടി രൂപീകരിച്ച് അയാളെ കള്ളക്കേസ് കുടുക്കി അയാളെ ജയിലിട്ടിട്ട് നരകിപ്പിക്കുകയാണ്. 85% കാഴ്ച നഷ്ടപ്പെട്ട് ഏകദേശം ഭയങ്കര അവസ്ഥയിലാണുള്ളത്. ഇപ്പോൾ സൗരവ് ഗാംഗുലി വരെ ഈ ഒരു കത്തിൽ കൂടെ സൗരവ് ഗാംഗുലിന്റെ വരെ സപ്പോർട്ട് അതിൽ പറയുന്നുണ്ട്. അപ്പം അദ്ദേഹത്തിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം എന്താ വെച്ചാൽ ഇന്ന് പാകിസ്ഥാനിൽ ഏറ്റവും നല്ലൊരു മനുഷ്യനായിട്ടുള്ള രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഇമ്രാൻഖാൻ. ഇന്ന് പാകിസ്ഥാന്റെ അവസ്ഥ അറിയാലോ, പട്ടാളം ഭരിച്ച് മുടിച്ചെല്ലാം കൂടെ ഒരു വൈക്കിയാക്കിയിട്ടുണ്ട്. പൊതുവെ രാഷ്ട്രീയക്കാര് ഷഹബാസ് ഷെരീഫും അതേപോലെ നവാസ് ഷെരീഫ്, ബേനസീർ ഭൂട്ടോ, ബിലാവൽ ഭൂട്ടോ, സർദാരി ഇവരൊക്കെ ഭരിച്ചൊരു ആക്കിയതാണ് പാകിസ്ഥാൻ. അതിന്റെ കൂടെ പട്ടാളത്തിന് ഭയങ്കര ശക്തിയാണ് അവിടെ. ഇമ്രാൻഖാൻ വന്ന സമയത്താണ് അവിടെ കുറച്ചെന്തെങ്കിലും മാറ്റം ഉണ്ടായത്. എന്തായാലും ഇമ്രാൻഖാന്റെ ആരോഗ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.